ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രവാസി അപ്പസ്തോലേറ്റിൻ്റെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ എല്ലാ പ്രവാസികളുടെയും, പ്രത്യേകിച്ച് കുവൈറ്റിലെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും കോർഡിനേറ്റർ വന്ന ഈ ദുഃഖത്തിൽ അവരോടൊപ്പം ഞങ്ങൾ എല്ലാവരും പങ്കുചേരുകയും പിതാവിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. അനുശോചനം ഈ സമയത്ത് ഇപ്പോൾ അറിയിക്കുന്നതാണ്. ഇതിനായി ശ്രീ ഗോവിന്ദ് ജോർജ് SMCയുടെ ജനറൽ സെക്രട്ടറി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന വിജയ് സാറിൻ്റെ കുടുംബാംഗങ്ങളെ, SMC കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രിയപ്പെട്ട വിജയ് സാറ് സംഘടനയുടെ ആദ്യകാലം മുതൽ അദ്ദേഹം കുവൈറ്റിൽ നിന്ന് മടങ്ങുന്ന കാലം വരെ സംഘടനയോടും കുവൈറ്റിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലും പ്രത്യേകിച്ച് ആധ്യാത്മിക മേഖലയിലും വളരെയേറെ സംഭാവനകളാണ് മലയാളി സമൂഹത്തിന് അദ്ദേഹം അവിടെ നൽകിയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ നമ്മളിൽ നിന്ന് വേർപിരിയുമ്പോൾ SMC കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നന്ദിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കുന്നത് പ്രിയപ്പെട്ട വിജയ് സാറ് ഞങ്ങളോട് ചെയ്തു തന്നിട്ടുള്ള സേവനങ്ങളെ ഓർത്തിട്ടാണ്. കുവൈറ്റിലെ മലയാളി സമൂഹത്തിനും പ്രത്യേകിച്ച് സീറോ മലബാർ സമൂഹത്തിനും ഞങ്ങളുടെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നൽകിയ മാറ്റങ്ങളും ഉന്നമനങ്ങളും ഈ അപ്പച്ചൻ്റെ ആത്മാവിൻ്റെ പ്രാർത്ഥനയോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. എല്ലാ സീറോ മലബാർ വിശ്വാസികളുടെയും കുവൈറ്റിലെ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സംഘടനയായ SMCയുടെയും അനുശോചനവും ആദരാഞ്ജലികളും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ ഈ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ വൃക്ഷം അതിൻ്റെ ഫലങ്ങളാൽ തിരിച്ചറിയപ്പെടുന്നു എന്ന് ബൈബിളിലെ വചനം നാം പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നമുക്കറിയാം, മാതാപിതാക്കന്മാരെ ഫലങ്ങളായ മക്കളിലൂടെ സമൂഹത്തിൽ സഭയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും നിലകൊള്ളുകയാണ്. നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന നമ്മളിൽ നിന്ന് വേർതിരിഞ്ഞു പോയ ഈ അപ്പച്ചൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പാലാരൂപത പ്രവാസി അപ്പസ്തോലേറ്റിൻ്റെ പേരിൽ അനുശോചനങ്ങൾ അറിയിക്കുന്നു. പാലാരൂപതയുടെ പ്രവാസി അപ്പസ്തോലേറ്റ് തുടങ്ങുവാനായിട്ട് ഒത്തിരിയധികം സഹായങ്ങൾ ചെയ്യാനായിട്ട് ബിജോയി സാർ ഞങ്ങളോട് ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും കാരണം പോലും വേർതിരിഞ്ഞു പോയ അപ്പച്ചൻ്റെ ആ വേർപാടിൽ വേദനിപ്പിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് പല രൂപതയുടെ പ്രവാസി അപ്പസ്തോലിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഡയറക്ടർ കുര്യാക്കോസ് വെള്ളച്ചെല്ലച്ചൻ്റെ പേരിലും ഗ്ലോബൽ കോർഡിനേറ്റർ ശ്രീ ഷാജിമോൻ മക്കുഴിക്കരിയുടെ പേരിലും പ്രത്യേകമായിട്ട് അനുശോചനങ്ങൾ അറിയിക്കുകയും ഒപ്പം തന്നെ പ്രാർത്ഥനയിലെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. ഈശോയ്ക്ക് നന്ദി. എന്തുകൊണ്ട് ഞാൻ ഈ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം.
നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യദേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയുടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളുടെ കുടുംബാംഗങ്ങളെ, വേർപാട് എപ്പോഴും വേദനാജനകമാണ്. ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ ഇടയിൽ നിന്നും പോകുമ്പോൾ അത് ഒരുപാട് വേദന തരുന്നതാണ്. മാത്രവുമല്ല, ആ വേർപാട് ഒരു ശൂന്യത ഉണ്ടാക്കുകയും ചെയ്യും. ഈ ശൂന്യത നികത്താൻ മനുഷ്യരായ നമുക്കാർക്കും സാധിക്കുകയില്ലെന്നാണ്. മാത്രവുമല്ല, ഈ ശൂന്യതയിൽ നെരിമാൻ്റെയും 4 മക്കളുടെയും ആശ്വാസത്തിനൊരിക്കലും നമുക്ക് സാധിക്കുകയില്ല. എന്നിരുന്നാലും ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മിശിഹ കർത്താവ് പ്രകാരം ലാസറിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി വന്നു. അതുപോലെ തന്നെ ഈ ഒരു നിമിഷം ഈ ഒരു കുടുംബത്തിൽ വന്ന് നെരിമാൻ്റെയും 4 മക്കളുടെ അവരുടെ കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബാബുകുട്ടികളെ ഓർക്കുമ്പോൾ എനിക്കറിയാം, ഒരുപാട് സ്നേഹത്തോടെ ഈ ഭവനത്തിൽ പല പ്രാവശ്യം ബാബുകുട്ടികൾ എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. എപ്പോഴെല്ലാം അമ്മയുടെ വീട്ടിലേക്ക് ഇവിടെ വരുമ്പോൾ, ഇവിടെ കയറിയിട്ടോ അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഇറങ്ങണമെന്ന് ബാബുകുട്ടികളുടെ നിർബന്ധമാണ്. പട്ടത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വരാൻ സാധിച്ചില്ല. പക്ഷെ എൻ്റെ പട്ടം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാനിവിടെ വന്നപ്പം എന്നെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചതെല്ലാം ഞാനിപ്പോൾ വളരെയധികം ഓർക്കുന്നു. ഒരുപാട് സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഈ ഭവനത്തിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു നിമിഷം ബാബുകുട്ടികളുടെ ആത്മാവിന് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു നിമിഷം കുടുംബാംഗങ്ങളോടും പറയാനുള്ളത്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനം, നീതിമാന്റെ ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, അവിടെ ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. ബാബുകുട്ടികളുടെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇത് പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. 80 വർഷക്കാലം, കുറച്ച് നാളുകൾക്ക് മുമ്പാണെന്ന് ഞാൻ അറിയുന്നവർ ബാബുകുട്ടികൾ 80-ാം പിറന്നാൾ ആഘോഷിച്ചു. ഈ 80 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ദൈവത്തോട് ചേർന്ന് വിശുദ്ധ കുർബാനയോടൊക്കെ ചേർന്ന് ജീവിച്ച ഒരു ജീവിതമായിരുന്നു. അവസാന നാളുകളിൽ ആരോഗ്യത്തിൻ്റെ പ്രശ്നമൊക്കെ, നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്നത് ബാബുകുട്ടികളും ഇപ്പോൾ പള്ളിയിലൊന്നും പോകാൻ സാധിക്കുന്നില്ല, നടക്കാനൊന്നും സാധിക്കുന്നില്ല. പക്ഷെ അതിനു മുമ്പെല്ലാം ദേവാലയത്തോടും വിശുദ്ധ കുർബാനയോടും ഒക്കെ ചേർന്ന് ഒരു
തികഞ്ഞ വിശ്വാസിയുടെ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്. പൗലോസ്ലീഹ പറയുന്നത് പോലെ എൻ്റെ ഓട്ടം ഞാൻ നന്നായി ഓടി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. നമുക്കും അഭിമാനിക്കാം. അങ്കിള് പൗലോസ്ലീഹ പോലെ അങ്കിളിനും പറയാൻ സാധിക്കും, എൻ്റെ ഓട്ടം ഞാൻ നന്നായി ഓടി, ഓട്ടം പൂർത്തിയാക്കി. ഈ 80 വർഷക്കാലം വിശ്വാസപരമായ ജീവിതം നയിച്ചു എന്നതിൻ്റെ വലിയൊരു തെളിവാണ്. ആ വിശ്വാസം ജീവിക്കുക മാത്രമല്ല, ആ വിശ്വാസം 4 മക്കളിലേക്ക് കൈമാറുക കൂടി ചെയ്തു. 4 മക്കളും വിശ്വാസത്തിൽ ജീവിക്കുന്നു, സഭയോട് ചേർന്ന് ജീവിക്കുന്നു, കുദാശകളോട് ചേർന്ന് ജീവിക്കുന്നു. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കുടുംബത്തിൽ നിന്നും ചെറിയാച്ചൻ ദൈവവിളി സ്വീകരിച്ച് നമ്മോട് കൂടി ആയിരിക്കുന്നത്. ഇതെല്ലാം കുടുംബത്തിൽ മാതാപിതാക്കള് വിശ്വാസത്തിൽ ജീവിച്ചതിൻ്റെ വലിയ അടയാളമാണ്. അപ്പം അതുകൊണ്ട് നമുക്കും വിശ്വസിക്കാം, ഈ ആത്മാവ് ഇപ്പോൾ ദൈവകരങ്ങളിലാണ്. രോഗമില്ലാത്ത, വേദനയില്ലാത്ത, സങ്കടമില്ലാത്ത ക്രിസ്തുവിൻ്റെ രാജ്യത്തിലാണ് ഇപ്പോൾ ബാബുകുട്ടികളുടെ ആത്മാവും ഇരിക്കുന്നതെന്ന് നമുക്ക് ആശ്വസിക്കാം, സന്തോഷിക്കാം. അവിടെ ഇരുന്നുകൊണ്ട് മേരി മാൻഡിക്കും 4 മക്കൾക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി ഇപ്പോൾ ബാബുകുട്ടികൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും, മധ്യസ്ഥം വഹിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ കുടുംബത്തോടുള്ള പ്രാർത്ഥനയും ഇതോടൊപ്പം നേരുന്നു. ഈശോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ വലിയ ശൂന്യത നികത്തട്ടെ എന്നും ആശ്വാസമായി കടന്നു വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഈ ശൂന്യത നികത്താൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ആ കുട്ടികളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം മേരി മാൻഡിക്കും മക്കൾക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.